ഫ്രണ്ട്സ്, PSC സ്റ്റഡിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് 555/2023 സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് നോക്കാം. അപ്പോൾ തിരുവനന്തപുരത്ത് ഇതുവരെയും ഒരു വേക്കൻസിയും റിപ്പോർട്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ലിസ്റ്റിൽ കുറേ ആൾക്കാർക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ട്, അഥവാ അവസാന ഘട്ടമായിട്ട്. അപ്പോൾ അവരുടെയൊക്കെ കഴിഞ്ഞിട്ടേ ഇനി ന്യൂ വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ലേഗ് ആവുന്നത്. അപ്പോൾ അടുത്ത ജില്ല കൊല്ലത്തിൻ്റെയാണ്. കൊല്ലത്തിൻ്റെ ഇതുവരെയും കാണുന്നില്ല സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ്. പിന്നെ പത്തനംതിട്ടയുടെ 2 വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. LSGD ഫ്രഷ് വേക്കൻസി OAയും പിന്നെ ഹോമിയോപ്പതിയും ഫ്രഷ് OA ആണ് കേട്ടോ. ഇത് രണ്ടുമാണ് പത്തനംതിട്ടയിൽ റിപ്പോർട്ടായ വേക്കൻസികൾ. പിന്നെ ആലപ്പുഴയിൽ ഫ്രഷ് വേക്കൻസിയാണ് ഒരെണ്ണം, ജുഡീഷ്യറിയാണ് അഥവാ സിവില്. പിന്നെ കോട്ടയത്ത് ഒരെണ്ണമാണ്, ലാൻഡ് റവന്യൂ ആണ്, അതും ഫ്രഷ് വേക്കൻസിയാണ് കേട്ടോ. പിന്നെ ഇടുക്കിയിൽ ഇതുവരെയും വേക്കൻസി ഒന്നും റിപ്പോർട്ടായിട്ടില്ല. എറണാകുളത്തും വേക്കൻസി ഒന്നും റിപ്പോർട്ടായിട്ടില്ല കേട്ടോ. തൃശ്ശൂരിൽ 5 എണ്ണമാണ് റിപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ OA ഫ്രഷ്, ജുഡീഷ്യറി, സിവിൽ ഉണ്ട്. പിന്നെ വാട്ടർ ഗ്രേഡ് 2 ഫ്രഷ്, ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്. പിന്നെ ലാസ്കർ ഫ്രഷ്, സോൾഡ് സർവേ ആൻഡ് സോൾഡ് കൺസർവേഷൻ. പിന്നെ നൈറ്റ് വാച്ച്മാൻ ഫ്രഷാണ്, അത് ആർക്കിയോളജി. പിന്നെ OA അഡ്വക്കേറ്റ് ഡ്യൂ ഓൺ 1/11/2025, അത് ഹെൽത്ത് സർവീസ്. അങ്ങനെ 5 വേക്കൻസിയാണ് തൃശ്ശൂരിൽ ഇതുവരെ വന്നിട്ടുള്ളത്. പിന്നെ നോക്കിയാൽ പാലക്കാട് ജില്ലയിൽ 3 എണ്ണമാണ്, അഥവാ PWDയിൽ NJD OA ആണ്. പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രഷ് ഫീമെയിൽ ആയിട്ടുള്ളത്. പിന്നെ എഡ്യൂക്കേഷനിൽ തന്നെ ഇനിയൊന്ന് ഫ്രഷ് ആയിട്ടുള്ളത് മെയിൽ മേട്രോൺ. അങ്ങനെ 3 വേക്കൻസിയാണ് റിപ്പോർട്ടായിട്ടുള്ളത്. മലപ്പുറത്ത് 5 വേക്കൻസിയാണ് റിപ്പോർട്ടായിട്ടുള്ളത്. അത് എല്ലാമേ ഫ്രഷാണ്. അപ്പോൾ ഏതൊക്കെ നോക്കാം: ലാൻഡ് റവന്യൂ, പിന്നെ ടൂറിസം, പിന്നെ ജുഡീഷ്യറി, പിന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്രഷർ, പിന്നെ പ്രോസിക്യൂഷൻ. അങ്ങനെ 5 വേക്കൻസിയാണ് മലപ്പുറത്ത് റിപ്പോർട്ടായിട്ടുള്ളത്. കോഴിക്കോടാണെങ്കിൽ 1 വേക്കൻസിയാണ് കേട്ടോ, അത് ഫ്രഷാണ്, ജുഡീഷ്യറി അഥവാ സിവിലായിട്ടാണ് ഒരെണ്ണം. വയനാട് ഒരെണ്ണം റിപ്പോർട്ടായിട്ടുണ്ട്, ജനറൽ എഡ്യൂക്കേഷൻ ആണ്, ഫ്രഷ് ഓഫീസ് അറ്റൻഡർ ആണ് AB. അപ്പോൾ കണ്ണൂർ ജില്ലയിലും ഒരെണ്ണം റിപ്പോർട്ടായിട്ടുണ്ട്, സ്റ്റേഷനറി ആണ്, NJD വാച്ച്മാന്. പിന്നെ കാസർഗോഡ് ജില്ലയിലും ഒരെണ്ണം 1 വേക്കൻസി വന്നിട്ടുണ്ട്, ഫ്രഷ് ഓഫീസ് അറ്റൻഡർ ആണ്, ജുഡീഷ്യറി തന്നെയാണ് അവിടെയും റിപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ജില്ലകളുടെയും ബാക്കിയുള്ള ജില്ലകളുടെയും വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. സൈറ്റിൽ കൊല്ലം ജില്ലയുടെ മാത്രം കാണുന്നില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കഴിഞ്ഞ LGS ലിസ്റ്റുകാരുടെ അഡ്വൈസ് എല്ലാം അയച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ന്യൂ ലിസ്റ്റിലുള്ളവർക്കുള്ള അഡ്വൈസും കാര്യങ്ങളും എല്ലാം അയക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് തിരുവനന്തപുരം ജില്ലയുടെയൊക്കെ അടുത്തത് സൈറ്റിൽ വേക്കൻസി അപ്ലോഡ് ആവുന്നതാണ് കേട്ടോ. നിലവിൽ തിരുവനന്തപുരം ജില്ലയിലൊന്നും കാണുന്നില്ല. അപ്പോൾ 1 വേക്കൻസി വരുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, എറണാകുളം ജില്ലകളൊക്കെ. നിലവിൽ സൈറ്റിൽ കാണുന്നില്ല, പക്ഷേ ഉടൻ തന്നെ വരുന്നതാണ് കേട്ടോ, സൈറ്റിൽ അപ്ലോഡ് ആവും. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്